ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനീസ് ജംഗ്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പിക്കാഡയിലേക്ക് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചൈന ടൗൺ എന്ന് പറഞ്ഞ് കേൾക്കലാണ്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ 2 ട്രെയിൻ മാറി കയറണം. അപ്പോൾ ഇവിടുന്ന് സ്റ്റീവനേജിലേക്കും സ്റ്റീവനേജിൽ നിന്ന് ലണ്ടനിലേക്കും. ഇപ്പോൾ സ്റ്റീവനേജിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ട്രെയിൻ വന്നു. നമ്മൾ അങ്ങനെ ട്രെയിൻ ഇറങ്ങി. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, ലണ്ടൻ കിങ് ക്രോസ് എന്നാണ് സ്റ്റേഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതായത് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി നിൽക്കട്ടെ. നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല. അങ്ങനെ സ്കാൻ ചെയ്തു, ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. ഇറങ്ങിയപ്പോൾ തന്നെ അണ്ടർഗ്രൗണ്ടാണ്. മുകളിലേക്ക് പോയപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ വയലിനൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ എസ്കലേറ്ററിൽ കൂടെ മുകളിലേക്ക് കയറുക. മുകളിലേക്ക് കയറിയ ശേഷം തന്നെ ഫ്ലാഷ് മോബായിരുന്നു. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിക്കാഡലിയുടെ എൻട്രൻസ് എത്തി. ഇതാട്ടോ ആ ചൈന നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ഇതായിരുന്നു നമ്മൾ എൻട്രി ചെയ്തപ്പോൾ തന്നെ. ആ ഒരു ഗേറ്റും അവരുടെ ആ ഒരു ഫ്ലാഗും ഒക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ അവരുടെ ലിപികളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് എല്ലാവരും ഫോട്ടോ കൂട്ടത്തിൽ ഞങ്ങളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ചും കൂടി നടന്നു പോയപ്പോൾ ഫുള്ള് കടകളായിരുന്നു കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ. പിന്നെ ചൈന ഐറ്റംസ് വിൽക്കുന്ന കുറേ കടകൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനെ കുറച്ചും കൂടി നമ്മൾ നടന്നു പോയപ്പോൾ ചൈന ഐറ്റംസ് വിൽക്കുന്ന കടയിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ സിനിമയിലും ടി വിയിലൊക്കെ കാണുന്ന ആ ഒരു ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. ലാഫിംഗ് ബുദ്ധ, അതേപോലെ തന്നെ ചൈനയുടെ ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ്, അതിൻ്റെ തന്നെ വെറൈറ്റി, അങ്ങനെ കുറേ സ്റ്റാച്യൂസ്, പിന്നെ അവരുടെ ഫ്ലാഗ്, അതേപോലെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് വില കൂടുതലായിരുന്നത് കൊണ്ടും ഞങ്ങൾ ജസ്റ്റ് കണ്ടുപോകും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സോങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ബുഫറ്റായിരുന്നു. ഒരുപാട് പേര് കടകളിൽ ഇതേപോലെ ഒരുപാട് ബുഫറ്റ് കടകളുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളങ്ങനെ കയറിയില്ല. കാരണം ഇതെന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് അറിയാണ്ട് നമ്മൾ ജസ്റ്റ് കയറി പൈസ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കാരണം കൊണ്ട് നമ്മൾ കയറിയില്ല. ഐറ്റംസൊക്കെ നോക്കി ചിലത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്, ചിലത് കാണുമ്പോൾ നമുക്ക് കഴിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കണ്ട് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര റഷ് ആയതുകൊണ്ടും നമുക്ക് ഒരുപാട് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വിക്ടോറിയയിലേക്ക് പോവാണ്. അവിടുന്ന് ബസ് കയറി നേരെ വിക്ടോറിയയിലേക്ക് പോയി. നല്ല വിശപ്പായിരുന്നതുകൊണ്ട് ഞങ്ങൾ KFC കയറിയിട്ട് ഫുഡ് മേടിച്ചു. പക്ഷേ ഫുഡ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഒരു ബക്കറ്റ് ചിക്കനും പിന്നെ ഒരു ബാർബിക്യൂ ചിക്കനും പിന്നെ പെപ്സി ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തായിരുന്നത്. പക്ഷേ ഭയങ്കര ഓയിലിയോ എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ ടേസ്റ്റ് വൈസ് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ 4 മണിയായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. ലണ്ടൻ ഐ കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലണ്ടനയുടെ തൊട്ടടുത്തുള്ള കടയിലൊക്കെ കയറിയായിരുന്നു. അവിടെ ലണ്ടൻ്റെ വെറൈറ്റി ഓഫ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ആ ടെലിഫോണും പിന്നെ അതേപോലെ തന്നെ ആ ബൂത്തും എല്ലാം, അതേപോലെ അവരുടെ തപാലിൻ്റെ സിസ്റ്റം, ആ ഒരു സംഭവങ്ങളെല്ലാം ഇതേപോലെ തന്നെ സ്റ്റാച്ചു പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. ഈ 2 സെറ്റിനൊക്കെ 7 പൗണ്ടൊക്കെ ആയിരുന്നു അവർ ചാർജ് ചെയ്തായിരുന്നത്. 13. പിന്നെ വെറൈറ്റി ആയതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം. പിന്നെ കണ്ടോ നമ്മളിങ്ങനെ പണ്ട് പെരുന്നാളിനൊക്കെ പോകുമ്പോൾ വാങ്ങാൻ കിട്ടത്തില്ല ഈ ബാറ്ററിയിൽ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ ലണ്ടൻ തീമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ വലിപ്പം അനുസരിച്ച് മീഡിയം, ലാർജ്, സ്മോൾ അങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ റേറ്റ് ആയിരുന്നു. ലണ്ടൻ്റെ തൊപ്പി, മഗ്, പിന്നെ ഹാരി പോട്ടറിൻ്റെ പ്ലക്കാർഡ്സ്, അങ്ങനെ ഒരുപാട് തൊപ്പികൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. കീ ചെയിൻ്റെ വെറൈറ്റികളുണ്ടായിരുന്നു കേട്ടോ. കുറേ കീ ചെയിൻ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. കുഞ്ഞു കീ ചെയിനുകളുണ്ടായിരുന്നു. നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നവർക്കൊക്കെ ഒരു ഇതായിരിക്കും, സന്തോഷമായിരിക്കും. കണ്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആ ബസ്സും അവരുടെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ തീമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ കുഞ്ഞ് ബിയറിൻ്റെ കുപ്പി. പിന്നെ ഈ കടയിലും അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ സമയത്ത് ഈവനിങ് ടൈം ആയതുകൊണ്ട് എല്ലാവരും നടക്കാനിറങ്ങുന്ന സമയമാണ്. അപ്പോൾ മിക്കവരും വന്നിട്ടുണ്ടായിരുന്നു. സോ ആ റഷിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ കടയിൽ കയറിയായിരുന്നു. അപ്പോഴാണ് ഇതേപോലെയുള്ള വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ അത് ക്ലോക്കിൻ്റെ ഒരു കീ ചെയിൻ, അതേപോലെ ഇതാട്ടോ ട്രെയിനിൻ്റെ ട്യൂബിൻ്റെ ഒക്കെ ഒരു മഗ്ഗാട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെ ലണ്ടൻ്റെ ലണ്ടൻ ബ്രിഡ്ജ്, ലണ്ടൻ ഐയും ഒക്കെ വെച്ചേക്കുന്ന ഒരു ബോട്ടിൽ, ടീഷർട്ട്സ്,
അത് കുഞ്ഞു പിള്ളേരുടെ തുടങ്ങി വലിയ ആൾക്കാരുടെ വരെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുഷ്യൻ, എല്ലാം ലണ്ടൻ തീമാട്ടോ. ഓരോരോ സ്ഥലങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അവർ വെച്ചേക്കുന്നത്, ഓരോന്ന് ഉണ്ടാക്കിയേക്കുന്നത്. അതേപോലെ തന്നെ ക്ലോക്ക്, പിന്നെ ലണ്ടൻ്റെ പ്രധാന ഐറ്റംസ് വെച്ചിട്ടുള്ളൊരു കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ലോലിപോപ്പ്, സ്പൂൺസിൽ വരെ ഡയാന രാജകുമാരിയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടായിരുന്നു. ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. എനിക്ക് കണ്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു പുതുമയായിരുന്നു. പിന്നെ ഈ ജൈൻറ്റ് വീല്, പക്ഷേ ഇതിൽ കയറാനായിട്ട് ഞങ്ങൾ നോക്കിയായിരുന്നു, ഭയങ്കര പൈസയായിരുന്നു. പിന്നെ കണ്ടോ നമ്മൾ ശരിക്കും ഇത് കാണുമ്പോൾ പള്ളിപ്പെരുന്നാൾ ഓർമ്മ വരും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത പോപ്കോൺ പോലെ തന്നെ ഇവർ പീനട്ട് ഒക്കെ വെച്ചിട്ട് കാരമലൈസ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അപ്പാപ്പന് ഇതേപോലെ കളിപ്പാട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇവൻറ്റ്സ് നടക്കും. അങ്ങനെ ഒരു ഇവൻ്റ് ആയിരുന്നു ഇത്. Okay, I'll try to escape now in under 2 minutes. Okay, hang on. I'll just say to the kids, don't try this at home, try it at school. Okay, hang on. Can I just say one more thing, everyone? If you don't have any money, don't worry about it, because I have a card reader. So no one needs to feel left out. Okay. Yeah, I'm just going to go for it now. Yeah, could you please press just where it says play? Sparkles at the back. 3, 2, 1. Yes! Oh, come on, I did it! Yes! Thanks a lot, everyone, for watching. You really were a nice audience, guys. I know it's really easy to sneak off like you saw nothing. Wow, guys, you don't have to be like that. Just come up and say thank you or say something nice, yeah? Hopefully you can do that. I'm going to hold out this hat. Thanks everyone. Please don't be like that. Yeah, say thank you, Alicia. Thanks everyone. I hold out this hat. I was for you. You can keep it. Jason, please have it. This for you. Thank you. Okay, thank you. Faristo, thank you. കുറച്ചും കൂടി പോകുമ്പോൾ അതേ പിള്ളേർക്ക് കളിക്കാനുള്ള സീസോ പോലെ ഇങ്ങനെ കുതിരകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇത് ജസ്റ്റ് നടക്കുന്ന വഴിയാട്ടോ. അവിടെ ഒരു ബാറും അതേപോലെ തന്നെ ഫുഡും സെർവ് ചെയ്യുന്ന ഒരിത്. ഹോട്ടലല്ല, ശരിക്കും ബാറെന്ന് തന്നെ, പക്കാ ബാർ. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതൊക്കെ ലണ്ടൻ്റെ ഒരു സ്നാപ്പുകളാട്ടോ. നല്ല ആ ഒരു ന്യൂ ഇയർ ഒരു ഇതായതുകൊണ്ടായിരുന്നു തോന്നുന്നു. ഫുള്ളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഐസ്ക്രീം ട്രക്കുകളുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിട്ടോ. പിന്നെ ആ കാണുന്നത് റെസ്റ്റോറൻ്റാണ്. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് ബിസ്കേറ്റിംഗ്. പിള്ളേർ പ്രാക്ടീസ് ചെയ്യുന്നു. ഒരുപാട് പിള്ളേർ ഇങ്ങനെ ഈ ഒരു ഐറ്റം കണ്ടിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേരിത് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ ഓടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അടുത്ത കടയിലും ഇതേപോലെ കയറിയപ്പോൾ
ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഗ്ലാസ്സാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ബിയറുള്ള പോലെ. പക്ഷെ കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെ വെച്ചേക്കുക. പിന്നെ സെയിം ഐറ്റംസ് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റി. ഇവിടെ കുറച്ചും കൂടി വില കൂടുതലുണ്ടായിരുന്നു കേട്ടോ, ആ കടയിനേക്കാളും കുറച്ചും കൂടി വില കൂടുതൽ ഈ കടയിലുണ്ടായിരുന്നു. ഈ ഫ്രിഡ്ജിമൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്ന ലണ്ടൻ്റെ ഓരോരോ ഐറ്റംസ്. ഇവിടെ ഫുള്ളും ആ ഒരു ടൈപ്പ് ഐറ്റമുകൾ തന്നെയായിരുന്നു കേട്ടോ. കീ ചെയിനും ഈ ഫ്രിഡ്ജും ഒട്ടിച്ച് വയ്ക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഭംഗിക്ക് അനുസരിച്ചുള്ള പൈസയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 2-3 ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.